ഹായ് എവ്രിവൺ, ഈ കാണുന്നതാണ് എൻ്റെ സ്വന്തം നാടായ കുട്ടമ്പേരൂരിലെ ഉപാസന ഗ്രന്ഥശാല. ഇവിടെ നിന്നാണ് വർഷങ്ങളായിട്ട് ഞാൻ ബുക്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ ബുക്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനൊരു 5ാം ക്ലാസ് മുതലേ ഇവിടെ നിന്ന് ബുക്സൊക്കെ എടുക്കാറുണ്ട്. പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഞാൻ കടക്കാൻ ഒരു പ്രധാന കാരണം ഈ സ്ഥലം കൂടിയാണ്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അതിശയം തന്നെയാണ്. ഈ കാണുന്ന ഓരോ ഷെൽഫിലും ഇരിക്കുന്ന ഓരോ ബുക്സിനും നമ്മളോടൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട്. ഇതാ കണ്ടില്ലേ, PN പുന്തലയുടെ പുഴ എന്ന പുസ്തകം. ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ കഴിഞ്ഞില്ല. GN കാർത്തികേയന്റെ സമൂഹം, സംസ്കാരം, വ്യക്തികൾ. കണ്ടിട്ട് നല്ലൊരു ബുക്കാണെന്ന് തോന്നി, വായിക്കണം എന്ന് തോന്നി, പക്ഷെ ഇപ്പോൾ എടുത്തില്ല. നോവലുകളുടെ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആ നോവലിലെ ഓരോ കഥാപാത്രമായിട്ടും മാറാറുണ്ട് അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് പല കഥകളും പല നോവലുകളും വായിക്കുമ്പം അങ്ങനെ തോന്നാറുണ്ട്. കഥകൾ മാത്രമല്ല, ഞാൻ കവിതകളുടെയും വലിയൊരു ഫാനാണ്. പിന്നെ ചെറുതായിട്ടൊക്കെ കവിതകളൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ഈ കാണുന്നതൊക്കെ നോവലുകളുടെ വലിയൊരു കളക്ഷനാണ്. പഴയതും പുതിയതും ആയിട്ടുള്ള എല്ലാ നോവൽസും ഇവിടെ ഉണ്ട്. ഡോക്ടർ ഓമന ഗംഗാധരന്റെ ഇതുമാത്രം എന്ന നോവല് കണ്ടപ്പോൾ തന്നെ എനിക്ക് എടുത്ത് വായിക്കണം എന്ന് തോന്നി. പക്ഷെ ഇന്ന് ഞാൻ വന്നത് വേറെ കുറച്ച് കാറ്റഗറിയിലുള്ള ബുക്സ് എടുക്കാൻ വേണ്ടിയിട്ടായത് കാരണം ഇത് എടുത്തില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട് സാറയും ഇപ്പോൾ ബുക്സൊക്കെ വായിക്കുന്നുണ്ട്. പുള്ളിക്കാരി എന്നെക്കാളും നന്നായിട്ട് ബുക്സൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്ന് ആളും 2-3 ബുക്സൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആലുവ പുഴ പിന്നെയും ഒഴുകി എന്നൊരു ബുക്ക് ഞാൻ അവിടെ കണ്ടു. ഈ ഇരിക്കുന്ന ബുക്കുകളൊക്കെ എത്രയോ പേരുടെ കയ്യിലൂടെ മാറി മാറി വന്നതല്ലേ. KL മോഹനവർമ്മയുടെ വഴിയോര കാഴ്ചകൾ. ഷെൽഫിനിടയിലൂടെ ഓരോ ബുക്കും കണ്ടുകണ്ട് ഞാൻ ഇങ്ങനെ അതിനിടയിലൂടെ ഇങ്ങനെ പോവാണ്. എൻ്റെ ബുക്കുകൾ എവിടെ, ഞാൻ തിരയുന്ന ബുക്കുകൾ. അതിനിടയ്ക്ക് സാറ കണ്ടുപിടിച്ച ഒരു ബുക്കാണിത്. ഞാൻ ചുമ്മാ ഒന്നെടുത്ത് നോക്കിയതാണ്, എനിക്ക് പറ്റിയ ബുക്കാണോ എന്ന്. ഞാൻ മെയിനായിട്ട് നോക്കുന്ന ട്രാവലോഗാണ്. അപ്പോൾ ഇന്ന് വന്നപ്പം ഒരു കവിതാ ബുക്കും കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു. നാസ്തികനായ ദൈവം അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം അത് വായിക്കുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ബുക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റ് സാറിന്റെ ആത്മകഥയാണിത്. ക്യാൻസർ വാർഡിലെ ചിരി. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത് സിപ്പി പള്ളിപ്പുറത്തിന്റെ കഥാബുക്കുകളായിരുന്നു. അപ്പോഴാണ് വളരെ മനോഹരമായ ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽപ്പെട്ടത്. ഒറ്റക്കൊലസ്. സുധാകർ മംഗളോദയത്തിൻ്റെ ഒരു നോവലായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. പക്ഷേ ഇത്രയും വലിയൊരു നോവൽ തൽക്കാലം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തോടെ തന്നെ ഞാനങ്ങ് തിരിച്ചു വെച്ചു. പക്ഷേ എന്നെപ്പോലെ തന്നെ സാറയ്ക്കും അത് കണ്ടപ്പോൾ തന്നെ കൊള്ളാലോ, ഒന്ന് വായിച്ചാലോ എന്ന് തോന്നി. പുള്ളിക്കാരി ആ ബുക്ക് എടുത്തു. ഇരിക്കുന്നു OV വിജയന്റെ തലമുറകൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഉപാസന ഗ്രന്ഥശാല. ഇവിടെ നിന്നെടുക്കുന്ന ഓരോ പുസ്തകവുമാണ് പല വീഡിയോയിലായിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട 3 ബുക്സും ഞാൻ സെലക്ട് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലെയുള്ള ലൈബ്രറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കൂ. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമുക്ക് പുസ്തകങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ചു നേരമൊക്കെ പുസ്തകത്തിലേക്കൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ. നമ്മുടെയൊക്കെ മനസ്സിന് കുറച്ചൊക്കെ പ്ലഷർ കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. മാത്രമല്ല പുതിയ പുതിയ അറിവുകളും നമുക്ക് കിട്ടും. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ നമുക്ക് നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പഴയ കാലത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരം ലൈബ്രറികളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് വഴി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ബുക്കെങ്കിലും വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ദിവസം ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഒരു ബുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം നമ്മളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ റീഡിങ് എന്ന് പറയുന്ന ഹാബിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.